السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. കേൾക്കുന്നതും പറയുന്നതും ഇഖ്ലാസുള്ളതാവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയാവുക എന്നുള്ളത് അത് വലിയ ഒരു പദവിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന് നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ അടിമ ആവുക എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, ഖൂലു അബ്ദല്ലാഹ്, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില പുകഴ്ത്തുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോടായി പറഞ്ഞതായി കാണാം, ഖൂലു അബ്ദല്ലാഹി വ റസൂലഹു, നിങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയണമെന്ന്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മക്കയിൽ നിന്ന് ഫിലസ്തീനിലേക്ക് ഇസ്റാ പോയ വേളയിൽ ഖുർആനിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപയോഗിച്ച പദം എന്താണ്? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ജനങ്ങൾക്ക് വിശദീകരിക്കുന്ന വേളയിൽ അവിടെ ഉപയോഗിച്ച പ്രയോഗം എന്താണ്? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, തൻ്റെ അടിമയും കൊണ്ട് രാപ്രയാണം നടത്തിയ അള്ളാഹു അങ്ങേയറ്റം പരിശുദ്ധനാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ കണ്ട ലോകത്തുള്ള എല്ലാ ആളുകളോടും ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. അഥവാ ഇതാ ഞാൻ ഈ സംസാരിക്കുന്നത് വരെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ ലോകത്തുള്ള ഒരു ബുദ്ധിജീവിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെല്ലുവിളി നടത്തുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭാഷാ പ്രാവീണ്യമുള്ള ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതന്മാരുള്ള കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വെല്ലുവിളി നടത്തുന്നത്. എന്താണത് സഹോദരങ്ങളെ? ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു അവിടെ ചോദിക്കുകയാണ് കുഫാറുകളോട്, മുശ്രിക്കീങ്ങളോട്, അവരോട് പറയുകയാണ്, എൻ്റെ അടിമക്ക് മുകളിൽ ഇറങ്ങിയ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതാ ഖുർആനിലുള്ളതുപോലെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച പേരെന്താണ്? അബ്ദിഹി. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അബ്ദ് എന്ന് വിളിച്ചതായി കാണാം. അങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമയായ നമ്മൾ സ്വീകരിക്കേണ്ട ചില വിശേഷണങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ധാരാളം വിശേഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞത് സൂറത്തുൽ ഫുർഖാനിലാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ്. അതിൽ ഒരടിമക്കുണ്ടാകേണ്ട 8ഓളം വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ 8 കാര്യം ജീവിതത്തിൽ പകർത്തിയാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അല്ലെങ്കിൽ ഈ ആയത്ത് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 10 ആയത്ത് സഹാബിമാർ, നമുക്ക് സഹാബിമാരുടെ ചരിത്രത്തിൽ വന്നതായി കാണാൻ സാധിക്കും. ഒരു 10 ആയത്ത് അവർ അത് പഠിച്ചു കഴിഞ്ഞാൽ ആ 10 ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അവർ അടുത്ത 10 ആയത്ത് പഠിക്കാറില്ല. അങ്ങനെയായിരുന്നു സഹാബിമാർ. എത്രത്തോളം എന്ന് വെച്ചാൽ മുതിർന്ന സഹാബിമാർ അവർ സൂറത്തുൽ ബഖറ പഠിക്കാൻ
1 or 2 വർഷം എടുത്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഖുർആൻ മുഴുവനായി ഹിഫ്ള് ചെയ്യാൻ എടുക്കുന്ന സമയം സഹാബിമാർ 1-2 വർഷം എടുത്തായിരുന്നു സൂറത്തുൽ ബഖറ പഠിച്ചിരുന്നത്. അവരുടെ ഓർമ്മശക്തിക്ക് വല്ല കുറവുമുണ്ടായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഓരോ ആയത്തുകളും പഠിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അടുത്ത ആയത്ത് പഠിക്കാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പഠിക്കുന്ന 10 ആയത്താണ് ഇൻഷാ അള്ളാഹ്. അത് നമ്മൾ എന്ത് ചെയ്യണം? 8 ആയത്താണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? 8 ആയത്തല്ല, 8 വിശേഷണങ്ങൾ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിൻ്റെ അടിമകൾ, യംശൂൻ അല്ലദീന യംശൂന അലൽ അർള്, അവർ ഭൂമിയിലൂടെ എങ്ങനെയാണ് നടക്കുക? ഹൗനൻ. ഹൗനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബിത്താഅതി വത്തവാളു. എങ്ങനെയാണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും വത്തവാളു, അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ വിനയാനിതരായിക്കൊണ്ടായിരിക്കും അവർ ഭൂമിയിലൂടെ നടക്കുക എന്ന് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, പറയുന്ന ഞാനടക്കം വിനയമുള്ളവരായിരിക്കണം. ഒരാളോടും അഹങ്കാരത്തോടു കൂടി പെരുമാറാൻ പാടില്ല. ഒരാളോടും നമ്മൾ അഹങ്കാരത്തോടു കൂടി പെരുമാറാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അവിടുത്തേക്ക് ഏറ്റവും ഷറഫാക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നാണ്, മൻ തവാല അലില്ലാഹ്, ആരാണോ അള്ളാഹുവിനു വേണ്ടി വിനയം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കരം കൊണ്ട് ഇങ്ങനെ കാണിച്ചു. പിന്നീട് അവിടുന്ന് റഫഅഹുല്ലാഹ് ഇങ്ങനെയും കാണിച്ചു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണ് തവാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബിമാരിൽപ്പെട്ട ചിലർ പറഞ്ഞതായി കാണാം, തവാലു എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും നിന്നേക്കാൾ ഖൈറിലുള്ളവരാണ് എന്ന് നീ ചിന്തിക്കണം. നോക്കൂ സഹോദരങ്ങളെ, എല്ലാ ആളുകളും നിന്നേക്കാൾ ഉത്തമൻ ആണ് എന്ന് ചിന്തിക്കലാണ് വിനയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ യഥാവണ്ണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മരണം വരെ ഈ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തട്ടെ. ഇത് കിട്ടിയതിൻ്റെ പേരിൽ ഒരാളോടും അഹങ്കാരമുള്ള സ്വഭാവമാകാൻ പാടില്ല. നേരെ മറിച്ച് എന്തായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ നിലപാട്? എല്ലാ ആളുകളിലേക്കും ഈ ഹക്ക് അതെത്തണമെന്നുള്ള ആ ഒരു ചിന്ത അതായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്, അല്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചില ജൂതന്മാർ പറഞ്ഞതായി കാണാം, അസ്സാമു അലൈക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയണം, അസ്സാമു അലൈക്കും. എന്താണ് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ? മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അലൈക്കും, നിങ്ങൾക്കും എന്ന് പറഞ്ഞു. പക്ഷേ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ളതിനാൽ തന്നെ അവിടുന്ന് പറഞ്ഞു, വഅലൈക്കുമുൽ ലഅനത, അങ്ങനെ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. അഥവാ നിങ്ങൾക്കും അതുണ്ടാകട്ടെ, അതുപോലെ തന്നെ നിങ്ങളെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, അല്ലയോ ആയിഷ, നീ ഒന്ന് സാവകാശം കാണിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹ്, തീർച്ചയായും അനുകമ്പ, റിഫ്ക് എന്നുള്ളത്, കാരുണ്യം എന്നുള്ളത് അതൊരു കാര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാര്യത്തെ അത് ഭംഗിയാക്കും. കരുണ എന്നുള്ളത് ആ കാര്യത്തെ ഭംഗിയാക്കി കളയും. ഇനി വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ശാനഹ്, ഇനി കരുണയിൽ ഇല്ലാതെയുള്ള പെരുമാറ്റമാണ് നമ്മുടെ ആണെങ്കിൽ ആ കാര്യത്തെ അത് വഷളാക്കി കളയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിലാണ് റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്? റസൂലിനെ ഒരാൾ ശപിച്ചപ്പോൾ റസൂൽ തിരിച്ചു കാണിച്ച ഒരു മര്യാദയാണത്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ ആളുകൾക്കും ഹക്ക് എത്തണമെന്ന അങ്ങേയറ്റത്തെ നസീഹത്തോടു കൂടിയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. കാരണം നമ്മളുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലല്ല, എങ്കിൽ ഏതെങ്കിലും സംഘടനയിലല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് പരിപൂർണമായി പാലിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കിനി വരാനുള്ളത് എന്താണ്? ഒരു പരലോകമാണ്. 2 കൂട്ടം ആളുകളായിരിക്കും പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. ഒന്ന് ഫരീഖും ഫിൽ ജന്ന, ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്കായിരിക്കും. രണ്ടാമത്തേതോ ഫരീഖും ഫി സഈർ, നരകത്തിലേക്കുള്ള ആളുകളായിരിക്കും. സഹോദരങ്ങളെ, മറ്റുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ അതിയായി ആഗ്രഹിക്കണം. അതുപോലെ തന്നെ അവരെ അതിലേക്ക് നമ്മൾ കൈപിടിച്ച് എത്തിക്കണം. ആ വഴിയിലേക്ക് നമ്മൾ മറ്റുള്ള ആളുകൾ നരകത്തിൽ പോയതുകൊണ്ട് എന്ത് ഉപകാരമാണ് നമുക്കുണ്ടാവുക? ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. മറിച്ച് അവരെ നമ്മൾ ഹിദായത്തിലാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾക്ക് നമ്മൾ നന്മ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കും അതേ പ്രതിഫലമുണ്ട്. മറ്റൊരു റിവായത്തിൽ വന്നതായി കാണാം, അവരുടെ പ്രതിഫലം കുറയാതെ തന്നെ നമുക്കും അതുപോലെ കിട്ടുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിശേഷണം എന്നുള്ളത് എന്താണ്? വിനയമാണ്. നമ്മൾ ഓരോ ആളുകളും മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ വിനയത്തോടുകൂടി പെരുമാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. രണ്ടാമത്തെ വിശേഷണം സഹോദരങ്ങളെ, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അവിവേകികളോട് സംസാരിക്കേണ്ടി വന്നാൽ, അവരുമായി വല്ല വിഷയവും സംസാരിക്കേണ്ടി വന്നാൽ, അവിവേകികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി വളരെ അങ്ങേയറ്റത്തെ പക്വതയില്ലാതെ പെരുമാറുന്ന ആളുകളോട് മുഅ്മിനീങ്ങൾ സംസാരിക്കേണ്ടി വന്നാൽ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, അവരോട് സലാം പറയും. അഥവാ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏത് രീതിയാണോ സ്വീകരിക്കാൻ സാധിക്കുക ആ രീതി സ്വീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? വിവേകമില്ലാത്ത ആളുകൾ അവർ നമ്മോട് മോശമായി പെരുമാറിയാലും തിരിച്ചെങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? അതേ നാണയത്തിൽ തിരിച്ചടിക്കുക ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. തിരിച്ചേറ്റവും നല്ല രൂപത്തിൽ പെരുമാറും. ചുരുങ്ങിയത് ആ രൂപത്തിലെങ്കിലും പെരുമാറാതിരിക്കും. ഇതായിരിക്കും ഒരു മുഅ്മിൻ. ഈ രൂപത്തിലായിരിക്കും അവൻ്റെ സ്വഭാവം ഉണ്ടാവുക. ഇത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കിയാൽ സ്വന്തത്തിന് വേണ്ടി ഒരാളോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആരോട് കോപിച്ച് പെരുമാറിയിട്ടുണ്ടെങ്കിലും അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് പിച്ച് ചീന്തപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് ചുവക്കാറുണ്ടായിരുന്നു. നേരെ മറിച്ച് ദുനിയാവിൻ്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോടും പ്രതികാരം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലേ സഹോദരങ്ങളെ? അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തിട്ടുണ്ട്, അല്ലേ? അനസ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഉമ്മ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുകയാണ്. ഹാദാ ഉനൈസുൻ, ഇത് അനസാണ്, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഏൽപ്പിച്ചു. നോക്കണം സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാണ്, ഞാൻ കൊച്ചുകുട്ടിയായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. പല കാര്യങ്ങളും, ദുനിയാവിപരമായ പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കും. ഞാൻ എന്ത് ചെയ്യാറില്ല? ഞാൻ മദീനയിലെ ചില കുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു. അത് മുഖേന എന്നോട് ആ കാര്യങ്ങൾ ചെയ്യാൻ മറന്നുപോകും. അവിടുന്ന് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ 10 വർഷം അവിടുത്തേക്ക് സേവനം ചെയ്തിട്ടുണ്ട്. ഒരു തവണ പോലും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടില്ല, എന്തേ അനസേ നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി ചെയ്യാൻ പറഞ്ഞ കാര്യം അത് ചെയ്യാതിരുന്നാൽ ഇങ്ങനെയായിരുന്നു, ഇനി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമോ ഇതേ നിലക്ക് തന്നെ, എന്തുകൊണ്ട് നീ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് നീ ചെയ്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് 10 വർഷം, 10 ദിവസമല്ല, 10 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ പണിയെടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. സഹോദരങ്ങളെ, നമ്മൾ നമ്മിൽ തന്നെ നോക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ കീഴിലുള്ള ആളുകളോടുള്ള പെരുമാറ്റം? നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നല്ല ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരിക്കാം. നമ്മളുടെ കീഴിലുള്ള ആളുകളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് എന്ന് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വാദിക്കുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണ് എന്നാണ്. പക്ഷേ റസൂലും നമ്മളും തമ്മിൽ മാ ബൈന സമാഇ വൽ അർള് വ്യത്യാസമുണ്ട് എങ്കിൽ നമ്മൾ റസൂലിൻ്റെ മാർഗത്തിലാണ് എന്ന് വാദിക്കുന്നതിൽ എന്തർത്ഥമാണ് സഹോദരങ്ങളെ ഉള്ളത്? എന്നാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പല ആളുകളുമായി പിരിഞ്ഞു നിൽക്കുന്നവരായിരിക്കാം, പല ആളുകളുമായി പിരിഞ്ഞു നിൽക്കുന്നവരായിരിക്കാം. അതിൻ്റെയൊക്കെ കാരണങ്ങൾ സൂക്ഷ്മമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാരണം എന്തായിരിക്കാം? ദുനിയാവായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരാളോട് മറ്റൊരു സംഭവം എളുപ്പത്തിൽ മനസ്സിലാകാൻ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറാബി വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒരു പരുപരുത്ത ഒരു തട്ടമുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലുള്ള ആ തട്ടം പിടിച്ചു വലിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ആ ഉപയോഗിച്ച പ്രയോഗം നോക്കണം, അള്ളാഹു നിനക്ക് നൽകിയ പണത്തിൽ നിന്ന് എനിക്ക് കൊണ്ടുതാ. ആ പ്രയോഗം നോക്കണം, ഇങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്, അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്ക് താ എന്ന രൂപത്തിൽ എന്ത് ചെയ്യുകയാണ്? ആ അറാബി സംസാരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആരാണ് എന്ന് നോക്കാൻ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറഞ്ഞതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ആ അറാബി പിടിച്ചു വലിച്ച ആ ഒരു പാട് അത് വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത് അനുചരന്മാരോട്? അയാൾക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിൽ എന്നെന്നും ജീവിക്കാൻ വന്ന ആളുകളല്ല. നമുക്കൊരു മരണമുണ്ട്. നമ്മൾ വിട്ടുവീഴ്ചയുള്ള ആളുകളാവുക. അവിവേകികൾ നമ്മളോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക. ആലോചിച്ച് നോക്കുക, സലഫുകൾ പറഞ്ഞതായി കാണാം, ഞാൻ ഒരാളോട് മിണ്ടാതിരുന്നതിൻ്റെ പേരിൽ, അഥവാ എന്നോട് മോശമായി പെരുമാറിയിട്ടും അയാളോട് മോശമായി പെരുമാറാതിരുന്നതിൻ്റെ പേരിൽ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല. നോക്കണം, എന്ത് മനോഹരമായ വാക്കാണത്. ഞാൻ തിരിച്ചും അതുപോലെ പെരുമാറാതിരുന്നതിൻ്റെ പേരിൽ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല, മറിച്ച് ഞാൻ ചില വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് പല ഖേദങ്ങളും ഉണ്ടായത് എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഇനി മുതൽ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പരിശ്രമിക്കുക. ശരിയാണ്, മനുഷ്യന്മാരാണ്, നമ്മൾ ആരും മലായിക്കത്തുകളല്ല. പക്ഷേ ഒരുപക്ഷെ എന്ത് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ചിലരെങ്കിലും പറയുന്നതായി കാണാം, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് ചിലർ പറയുന്നതായി കാണാം. വലിയ ഫഖ്റോടുകൂടിയൊക്കെ പറയുന്നതായി കാണാം. അത് തെറ്റാണ്. കാരണം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ആളുകളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്ന വാക്കെന്താണ്? റളിയല്ലാഹു അൻഹും വറദു അൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് നമ്മിൽ ഒരാളും ഈ രൂപത്തിലുള്ള സംസാരം പറയാൻ പാടില്ല, എനിക്ക് മാറാൻ സാധിക്കില്ല എന്നുള്ളത്. മറിച്ച് നമുക്ക് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ട് എങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
മറ്റൊരായത്തിൽ പറഞ്ഞതായി കാണാം, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളുടെ വിഷയത്തിൽ നമ്മൾ പെരുമാറുക. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അധികം ആളുകളെയും ധാരാളമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് തഖ്വല്ലാഹ്. ഒന്നാമത്തേത് തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏത് സമയത്തും ഏത് വേളയിലും ഏത് സ്ഥലത്ത് വെച്ചും സൂക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നമ്മൾ ആരാണ് സ്വർഗം ആഗ്രഹിക്കാത്തത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്, ആളുകളെ ധാരാളമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ സൽസ്വഭാവം തുടങ്ങേണ്ടത് എവിടെ വെച്ചാണ്? നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ആദ്യമായി തുടങ്ങേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു സ്വഭാവം തുടങ്ങേണ്ടത്, അല്ലേ? നമുക്കെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഏതെങ്കിലും 1-2 ദിവസം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കുക എന്നുള്ളത്. അതാർക്കും പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മോടൊപ്പമുള്ള ആളുകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് ഏത് ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മറിച്ച് ചെയ്യാൻ പ്രയാസമുള്ള കാര്യം, നമ്മോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും ഒരുമിച്ചുണ്ടാകുന്ന ആളുകളോട് നന്നായി പെരുമാറാണ് ഏറ്റവും പ്രയാസം. ഷേഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ചില ആളുകളുടെ സ്വഭാവമായി ഫിൽ ഖാരിജി അസൽ, അവർ വീട്ടിൻ്റെ പുറത്തുള്ള ആളുകളോട് അസൽ, തേനിൻ്റെ സ്വഭാവമായിരിക്കും. യാ അഖി, അല്ലെങ്കിൽ അല്ലയോ സഹോദര, അതുപോലെയുള്ള എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായിരിക്കും. ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും. എന്നാൽ ഫിദ്ദാഖിലി ബസൽ, അവൻ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ അവസ്ഥ? ഉള്ളിയുടെ സ്വഭാവം പോലെയായിരിക്കും. എന്താണത്? വളരെ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള വീട്ടിലുള്ള ആളുകൾ, അവൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഉള്ള ആളുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭാര്യമാരോടുള്ള നമ്മുടെ സ്വഭാവം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്, ഖിയാറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബക്കാരോട്, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണ് എന്ന്, കുടുംബക്കാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, എല്ലാ ആളുകളോടും പെരുമാറുമ്പോഴും നല്ല രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. കുട്ടികളോട് പോലും നമ്മൾ പെരുമാറുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിലും മാതൃകയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ രാജാവാണ്, അവിടത്തേക്ക് ഇസ്ലാമിൻ്റെ നേതാവാണ്. എന്നിട്ട് കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി, അബു ഉമൈർ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, ആ സഹാബിയുടെ അടുക്കൽ ഒരു ചെറിയ കിളിയുണ്ടായിരുന്നു. ഒരു പറവ ഉണ്ടായിരുന്നു. ആ പറവയെ ഉപയോഗിച്ച് അബു ഉമൈർ ഇങ്ങനെ മദീനയിലൂടെ കളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ ആ കുട്ടി വളരെ വിഷമിച്ച ഒരവസ്ഥയിലാണുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് ചോദിച്ചു, യാ അബ ഉമൈർ മാ ഫഅല നുഗൈർ, അല്ലയോ അബു ഉമൈറെ, നിന്റെ കൊച്ചു കുരുവിക്ക് എന്ത് പറ്റിയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൊച്ചു കുട്ടിയോട് ചോദിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ കൊച്ചു കുട്ടിയുടെ വിഷമം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമമായി മാറുകയാണ്. നമ്മൾ ആലോചിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കുട്ടിയല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കുട്ടിയല്ല, മറിച്ച് ഏതോ ഒരു കുട്ടിയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച സ്വഭാവം ഇതായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുട്ടികളോട് പെരുമാറുന്ന പെരുമാറ്റം എന്താണ്? ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ശരിയാണ്, അവർ നമ്മുടെ കീഴിലുള്ള ആളുകളാണ് എന്ന് കരുതി ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടികളോട് അനീതി കാണിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പരിപാലിച്ചില്ല എങ്കിൽ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലെ ഭരണാധികാരികളാണ്. ഫകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ പറ്റി അള്ളാഹു നിങ്ങളോട് ചോദിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ രാജാവായിരിക്കെ തന്നെ ചില ആളുകൾ അവിടുന്ന് ഒരാടിൻ്റെ തൊലി ഇങ്ങനെ ഉരിയാൻ വേണ്ടി, അഥവാ അറുത്ത ഒരാടിൻ്റെ തൊലി ഉരിയാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അവരോടായി പറഞ്ഞു, ഈ രൂപത്തിലല്ല ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരെ സഹായിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ജനങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു കാരണം അവിടുത്തെ സ്വഭാവമായിരുന്നു. പല ആളുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി അവിടുത്തെ സ്വഭാവം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആളുകളുണ്ട്. ചില സഹാബിമാർ പറഞ്ഞതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കാണുന്ന വേളയിലെല്ലാം തന്നെ പുഞ്ചിരിയോടുകൂടിയല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയായിരുന്നു. നമ്മളും ഇതുപോലെ ആകണം. അതുകൊണ്ട് ഈ ഒരു സ്വഭാവവും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക നമ്മുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ട ഒരു ദുആ ഇങ്ങനെ കാണാം. എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ദുആയാണ്. എന്താണത്? ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. എന്താണ് സഹോദരങ്ങളെ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അല്ലാഹുവേ നീ എൻ്റെ സൃഷ്ടിപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും നല്ല രൂപത്തിലാക്കിയിട്ടുണ്ട്. എൻ്റെ സൃഷ്ടിപ്പിനെ നീ ഏറ്റവും നല്ല രൂപത്തിലാക്കിയിട്ടുണ്ട്. ഫഅഹ്സിൻ ഖുലുഖി, അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തെയും നീ ഏറ്റവും നന്നാക്കണമേ എന്ന് ഏറ്റവും മഹത്തായ ഒരു ദുആ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് നമ്മുടെ സൃഷ്ടിപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കണ്ണെങ്ങാനും ഈ കൈയുടെ ഉള്ളിലാണ് ഉള്ളത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വീഴുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? നമ്മുടെ കൈയായിരിക്കും. നിലത്തേക്ക് പതിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന നമ്മുടെ അവയവം എന്തായിരിക്കും? നമ്മുടെ കൈയായിരിക്കും. നമ്മുടെ ഉള്ളം കൈയിലാണ് കണ്ണുള്ളത് എങ്കിലോ നമ്മുടെ കണ്ണ് പ്രയാസത്തിലായേനെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മൂക്കെങ്ങാനും പുറകുവശത്താണ് ഉള്ളത് എങ്കിലോ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം അത് മോശമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാർഗം എന്താണ്? അതിൻ്റെ മണമാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിന് കണക്കായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മൂക്കിനെ അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് തന്നെ അല്ലാഹു വെച്ചിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ കണ്ണിനെ ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് അല്ലാഹു വെച്ചത്. അല്ലേ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ലേ, വഫി അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തത്തിൽ തന്നെ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിച്ചത് എത്ര സത്യമാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ ദുആ അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, നീ എൻ്റെ സൃഷ്ടിപ്പിനെ ഏറ്റവും നന്നാക്കി. ഫഅഹ്സിൻ ഖുലുഖി, അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതായി നമുക്ക് കാണാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത വിശേഷണമായി പറയുകയാണ്, വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദൻ വ ഖിയാമ. അവരുടെ രാത്രികാലങ്ങൾ ആ മുഅ്മിനീങ്ങൾ കഴിച്ചുകൂട്ടുക എങ്ങനെയാണ്? സുജ്ജദൻ വ ഖിയാമ, അഥവാ രാത്രി നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് അവർ അവരുടെ രാത്രിയെ
അവർ ഉണർവുള്ളതാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, രാത്രി നിസ്കാരം അവിടെ നിൽക്കട്ടെ. എന്താണ് നമ്മിൽ പലരും ഫർള് നിസ്കാരത്തിൻ്റെ അവസ്ഥ? നമ്മുടെ ഫർള് നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? അതിൽ തന്നെ ആ വിഷയത്തിൽ തന്നെ നമ്മൾ പലരും അലംഭാവമാണ്. അഥവാ സഹാബിമാർ അവർ ചിലർ പറഞ്ഞതായി കാണാൻ നമുക്ക് സാധിക്കും. എന്താണത്? ജമാഅത്ത് നിസ്കാരം അത് ഒഴിവാക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കണം, ജമാഅത്ത് നിസ്കാരം അത് ഒഴിവാക്കുക എന്നുള്ളത് മുനാഫിക്കീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ അഥവാ സഹാബിമാരുടെ കാലഘട്ടത്തിൽ ജമാഅത്ത് നിസ്കാരം ഉപേക്ഷിച്ചിരുന്നത് 2 കൂട്ടം ആളുകളായിരുന്നു. ഒന്നാരാണ്? രോഗികൾ, അഥവാ ജമാഅത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്ത രോഗികൾ. രണ്ടാമത്തേതോ മുനാഫിക്കീങ്ങളായിരുന്നു. ഇതിലേത് വിഭാഗത്തിലാണ് നമ്മളെന്ന് നമ്മൾ ആലോചിക്കുക. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും രോഗമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൈകാലുകൾക്ക് പ്രയാസമില്ല, നമ്മുടെ കണ്ണിന് പ്രയാസമില്ല, നമ്മുടെ കേൾവിക്ക് പ്രയാസമില്ല. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ പലരും ജമാഅത്ത് നിസ്കാരം ഏതവസ്ഥയിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ബാങ്ക് കൊടുക്കുന്ന ദൂരത്താണ് നമ്മുടെ വീട് എങ്കിൽ അവിടെ പോയി നിസ്കരിക്കൽ നിർബന്ധമാണ്. ബാങ്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന ദൂരത്താണ് നമ്മുടെ വീട് ഉള്ളത് എങ്കിൽ ആ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതൊഴിവാക്കൽ കുറ്റം ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റു വിഷയം ഈ ഒരു കാര്യം തന്നെ, ജമാഅത്ത് ഒഴിവാക്കൽ തന്നെ കുറ്റം ലഭിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? നോക്കണം സഹോദരങ്ങളെ, ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്നാണ്. ആലോചിച്ച് നോക്കണം, ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാൾ കാഫിറായി എന്നാണ് ഒരു വിഭാഗം ആളുകളുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇത് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ മതിയായതാണ്. ഇവിടെ പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? രാത്രി നിസ്കാരമാണ്. അഥവാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സാന്ദർഭികമായി ഫർള് നിസ്കാരത്തെ പറ്റി പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, രാത്രി നിസ്കാരം അവർ മുറപ്രകാരം നിർവഹിക്കുന്ന ആളുകളാണ് എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രാത്രി നിസ്കാരം മുറപ്രകാരം അവർ നിർവഹിക്കുമെങ്കിൽ ഫർള് നിസ്കാരം അവർ എളുപ്പത്തിൽ നിർവഹിക്കും. അതുകൊണ്ടാണ് അത് പറയാതെ ഖിയാമിനെ പറ്റി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി ഖിയാമുൽ ലൈൽ. ആലോചിച്ച് നോക്കണം, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അഫ്ളലായ നിസ്കാരം ഏതാണ്? ഖിയാമുൽ ലൈലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും എല്ലാം പൊറുക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് വിണ്ടുകീറുമാറ് അവിടുന്ന് നിസ്കരിക്കാറായിരുന്നു പതിവ്. നോക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വർഗം ഉറപ്പിച്ച ആളായിരുന്നു, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലാണ്. അവിടുന്ന് കാല് വിണ്ടുകീറുമാറ് അവിടുന്ന് രാത്രി നിസ്കരിക്കാറായിരുന്നു പതിവ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോടുള്ള അനുകമ്പ കൊണ്ട് എന്താണ് അവിടത്തേക്ക് ചോദിക്കാറ്? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ യാ റസൂലല്ലാഹ്. അല്ലയോ റസൂലേ, മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും എല്ലാം പൊറുക്കപ്പെട്ട റസൂലേ, അങ്ങിങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഒരു മറുപടിയുണ്ട്. എന്താണത്? അഫല അകൂനു അബ്ദൻ ഷക്കൂറ. ഞാൻ നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി. നോക്കൂ സഹോദരങ്ങളെ,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് മാസങ്ങളോളം പട്ടിണിയുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, ഇതാ ചന്ദ്രൻ ഉദിക്കുകയും പിന്നീട് മാറുകയും, അഥവാ മാസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലെ അടുപ്പ് പുകയാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പല്ലാതെ ഒരു ദിവസം മുഴുവനായി പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നോമ്പെടുക്കാതെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസം, ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദുൽഹിജ്ജയാണ്, പലരും നോമ്പുകാരായിരിക്കാം, അതല്ലാതെ നമ്മൾ പട്ടിണി കിടക്കേണ്ട വന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാസങ്ങളോളം പട്ടിണിയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ്? അഫല അകൂനു അബ്ദൻ ഷക്കൂറ എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രാത്രി നിസ്കാരം നിസ്കരിച്ച അവസ്ഥയാണിത്. ഇനി നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നിട്ടും നന്ദിയായിക്കൊണ്ട് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ വിരളം കാര്യങ്ങൾ മാത്രമാണ്. എന്നിട്ട് പോലും നമുക്കത് യഥാവണ്ണം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര സത്യമാണ്. വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ, വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ. എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ധാരാളമായി നന്ദി കാണിക്കുന്നവർ വളരെ വിരളം ആളുകൾ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ ഖിയാമുൽ ലൈലിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ പരിശ്രമം കാണിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ജോലി ക്ഷീണവും മറ്റു ആണ് എങ്കിൽ, നമുക്ക് രാത്രിയുടെ അന്തിമവേളയിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഉറങ്ങുന്നതിന് മുൻപ് അത് നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും അഫ്ളൽ രാത്രിയുടെ ഏറ്റവും അവസാനത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്തല്ല, ആ നേരത്തെ നിസ്കരിച്ചുകൂടൂ എന്നില്ല, മറിച്ച് നമുക്ക് ഏത് സമയത്തും നിസ്കരിക്കാം. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഖിയാമുൽ ലൈൽ നിസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൽ ധാരാളം ബറക്കത്തുകളുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഒരു മുഅ്മിനിൻ്റെ ഇസ്സത്ത് അവൻ്റെ രാത്രി നിസ്കാരത്തിലാണ്. ധാരാളം ഖിയാമുൽ ലൈലിനെ പറ്റി പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, ധാരാളം പറയേണ്ടി വരും. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, രാത്രി നിസ്കരിക്കാത്ത ഒരുവൻ റജുലുൻ സൂ, എന്താണ്, മോശപ്പെട്ട ഒരുത്തനാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അഭിപ്രായം. നോക്കൂ സഹോദരങ്ങളെ, റജുലുൻ സൂ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നമ്മോട് പറയുകയാണ്, നീ മോശപ്പെട്ട ഒരുത്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രയാസമുണ്ടാകും. ഇനി ഇമാം അഹ്മദ് വരണമെന്നില്ല, ദീനിൽ നന്നായി അറിയപ്പെട്ട, ദീനുകൊണ്ടും ഇൽമു കൊണ്ടും അറിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയാണ്, നീ മോശപ്പെട്ട ഒരുത്തനാണ് എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം നല്ല കൽബുള്ള ഒരുത്തൻ്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ പ്രയാസമായിരിക്കും. നമുക്കൊരു പക്ഷേ രാത്രി ഉറങ്ങാൻ സാധിച്ചെന്ന് വരില്ല, ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാലും അദ്ദേഹം അങ്ങനെ എന്നെപ്പറ്റി പറഞ്ഞല്ലോ എന്ന് കരുതി ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, രാത്രി നിസ്കരിക്കാത്ത ഒരുവൻ റജുലുൻ സൂ, മോശപ്പെട്ടവനാണ് എന്ന്. നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, നമ്മൾ അവസാനമായി ഖിയാമുൽ ലൈൽ നിസ്കരിച്ചത് റമളാനിലാണോ അതല്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തത്തോട് ഓരോരുത്തരും എന്ത് ചെയ്യുക? ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഇബാദുർ റഹ്മാന്റെ വിശേഷണമായി കൊണ്ട് പറയുകയാണ്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വ മുഖാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശേഷണമായി കൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, ശിക്ഷയെ തൊട്ട് നമ്മളെ തടയണമേ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകത്തിൻ്റെ ശിക്ഷയെ നമ്മളിൽ നിന്ന് മാറ്റിവിടണമേ എന്ന് മുഅ്മിനീങ്ങൾ പറയും. കാരണം അത് സഹിക്കുന്നതിലും അപ്പുറമാണ് എന്ന് അവർ
പറയുകയാണ്, നോക്കൂ സഹോദരങ്ങൾ, ഒരു മുഅ്മിൻ അവൻ എപ്പോഴും അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലേ സഹോദരങ്ങളെ? അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറഞ്ഞതായി കാണാം, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. എന്താണത്? മുഅ്മിനീങ്ങൾ അവർ സൽപ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഹൃദയം എന്താണ്? വളരെ ഭയപ്പാടിലാണ്. കാരണം അള്ളാഹുവിലേക്കാണ് അവർ മടങ്ങേണ്ടത് എന്ന ചിന്ത അവർക്കുണ്ട്. നോക്കൂ സഹോദരങ്ങൾ, എത്ര സൽക്കർമ്മം ചെയ്താലും അവരുടെ മനസ്സിൽ ഒരു ഭയമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നിത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ഭയം മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാകും. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു അമൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ മരണത്തിന് ആഗ്രഹിച്ചേനെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണത്? മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ അമൽ സ്വീകരിക്കുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ മരണത്തെ ആഗ്രഹിച്ചേനെ എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. ഈ ആയത്ത് ഓതിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. റസൂലേ, ഈ കൂട്ടം ആളുകൾ കള്ളുകുടിയന്മാരും അതുപോലെ തന്നെ കളവ് നടത്തുന്ന ആളുകളുമാണോ? അതുകൊണ്ടാണോ അവർ ഇങ്ങനെ ഭയപ്പെടുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല സിദ്ദീഖിൻ്റെ മകളെ, മറിച്ച് എന്താണത്? അവർ നിസ്കരിക്കുകയും അതുപോലെ തന്നെ വയതസദ്ദഖൂൻ, എന്താണ്? സ്വതക്ക ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷേ എന്താണ് അവർ? വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, അവരുടെ ഭയപ്പാട് എന്താണ്? അള്ളാഹു ഇതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഭയത്താലാണ് അവർ ഇങ്ങനെ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മൾ ഒരമൽ ചെയ്തതിന് ശേഷം, ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ അസർ നിസ്കാരം, ആ നിസ്കാരത്തിന് ശേഷം നമ്മളിൽ ആരെങ്കിലും ഒരാൾ, പറയുന്ന ഞാനടക്കം, ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു എന്നിൽ നിന്നിത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ സഹാബിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാർ, അവരുടെ സ്വഭാവമാണ് സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ അമൽ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് എന്താണ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ഭയം നമ്മളിൽ ഉണ്ടാകണം. ആ ഭയത്താൽ അള്ളാഹുവോട് ചോദിക്കുകയും ചെയ്യണം, അള്ളാഹുവേ എന്നിൽ നിന്നിത് സ്വീകരിക്കണമേ. കാരണം ധാരാളം പോരായ്മയുള്ള ഒരാളാണ് ഞാൻ. നമ്മളെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നിസ്കാരമാണെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടായിരിക്കും, അവസാനം സലാം വീട്ടി കഴിഞ്ഞാലായിരിക്കും നിസ്കാരമായിരുന്നു ഞാനിപ്പോൾ ചെയ്തത് എന്ന് ഓർമ്മ വരിക. ഹഖീഖത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. അള്ളാഹു റഹ്മാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവോട് ചോദിക്കേണ്ടതുണ്ട്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞതായി കാണാം, അൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ ജമഅ ഇഹ്സാനൻ വ ശഫഖ, അവൻ നന്മ ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ അങ്ങേയറ്റത്തെ ഭയപ്പാടിലായിരിക്കുമെന്ന് ഹസനുൽ ബസരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഇബ്നു അബി മുലൈക റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 30ഓളം സഹാബിമാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. 30ഓളം സഹാബിമാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇബ്നു അബി മുലൈക താബിഈയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കുല്ലുഹും യഖാഫൂന അലാ നഫ്സിഹി അന്നിഫാഖ്, അവരെല്ലാവരും തന്നെ, ആ കണ്ടുമുട്ടിയ 30 ആളുകളും സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ട ആളുകളായിരുന്നു എന്ന് മഹാനായ താബിഈ ഇബ്നു അബി മുലൈക റഹിമഹുല്ല പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹം പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ ഈമാനാണ്, എന്നാൽ ഞാൻ എൻ്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഈമാൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ഹൻദല റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. നാഫഖ ഹൻദല, നാഫഖ ഹൻദല, ഹൻദല ഇതാ മുനാഫിഖായിരിക്കുന്നു,
ഹൻദല ഇതാ മുനാഫിഖായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൻദല റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഇത് കേട്ടപ്പോൾ സഹാബിമാർ ചോദിച്ചു, എന്താണ് ഹൻദല നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ മുനാഫിഖായി എന്നാണോ പറയുന്നത്? എന്താണ് അതിനുള്ള കാരണം? അദ്ദേഹം പറയുകയാണ്, കാരണമായിട്ട് ഇത്, അഥവാ റസൂലിൻ്റെ അടുക്കലുള്ളപ്പോൾ എനിക്ക് ധാരാളം ഈമാൻ അനുഭവപ്പെടുന്നുണ്ട്, എന്നാൽ വീട്ടിലെത്തുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? ഈമാൻ കുറഞ്ഞ അവസ്ഥയാണ് എന്ന്. അപ്പോൾ ഇത് കേട്ട സഹാബിമാരെന്താണ് പറഞ്ഞത്? എങ്കിൽ നമ്മൾ മുനാഫിക്കായിരിക്കുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ആരാണ് സഹാബിമാർ? അവർ ഇങ്ങനെയായിരുന്നു. ഇനി നമ്മൾ നമ്മിലേക്ക് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ മുനാഫിഖു ജമഅ ഇസാഅതൻ വ അംന. മുനാഫിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മോശം പ്രവൃത്തി ചെയ്യുകയും ചെയ്യും, എന്നാൽ നിർഭയനായി നടക്കുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ നോക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, ആരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമ്മൾ നരകത്തെ ഭയക്കണം, അതിനെ തൊട്ട് കാവൽ തേടേണ്ടതുണ്ട്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി, ഇബാദുർ റഹ്മാന്റെ സ്വഭാവമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. മുഅ്മിനീങ്ങൾ അവർ ചിലവാക്കുകയാണെങ്കിൽ വളരെ ദൂർത്തടിക്കുന്ന രൂപത്തിലോ അതല്ല എങ്കിൽ പിശുക്കുള്ള രൂപത്തിലോ എന്തു ചെയ്യുകയില്ല, അവർ ചിലവാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ദൂർത്ത് എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അതുപോലെ തന്നെ പിശുക്ക് കാണിക്കാനും പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കണം ഒരു മുഅ്മിൻ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. ഒരടിമക്ക് നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കാല് മുന്നോട്ടേക്ക് നീക്കാൻ സാധിക്കുകയില്ല 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടാലല്ലാതെ. അതിലൊരു കാര്യം എന്താണ് സഹോദരങ്ങളെ? അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീഹ അൻഫഖ. എവിടുന്നാണ് അവൻ സമ്പാദിച്ചത്, അതുപോലെ തന്നെ എവിടെയാണ് അവൻ ചിലവഴിച്ചത് എന്ന് അല്ലാഹു ചോദിച്ച് അതിനുത്തരം നൽകിയാലല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് നമ്മുടെ കാലെടുത്ത് വെക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കണം, നമ്മൾ നന്നായി നോക്കേണ്ടതുണ്ട്. കാരണം ഈ കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നതുപോലെ മുഅ്മിനീങ്ങൾക്കൊരു കാലം വരും. എന്താണ് ആ കാലത്തിൻ്റെ പ്രത്യേകത? അന്ന് മുഅ്മിനീങ്ങൾ അവൻ ഭക്ഷിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാത്ത ഒരു കാലഘട്ടം വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, നമ്മൾ സമ്പാദിക്കുന്ന ഒരു രൂപ, ആ ഒരു രൂപ ഹലാലായത് ആണ് എങ്കിൽ അതാണ് ഹറാമായി നമ്മൾ സമ്പാദിക്കുന്ന കോടിക്കണക്കിന് പണത്തേക്കാൾ അഫ്ളലായത്. ആ ഒരു രൂപയാണ് 1000 കോടിയേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, അഹ്ലുസുന്ന ഹലാലായ ഭക്ഷണമാണ് ഭക്ഷിക്കുക. അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ ഹലാലായ ഭക്ഷണമാണ് ഭക്ഷിക്കുക, ഹറാം അവൻ്റെ വയറ്റിലേക്ക് പോവുകയില്ല എന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ സക്കാത്തിൻ്റെ വിഷയവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിൽ പല ആളുകളും സക്കാത്തിൻ്റെ വിഷയത്തിൽ അലംഭാവത്തിലാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ദരിദ്രരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് സഹോദരങ്ങളെ അവസ്ഥ? സക്കാത്തിൻ്റെ പണവുമായി നിരത്തുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ പോലും അത് സ്വീകരിക്കാനില്ല. എന്താണ് കാരണം? എല്ലാ ആളുകളും കൃത്യമായി കൊണ്ട് അവർ സക്കാത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ദരിദ്രരായിട്ടില്ല. എന്നാൽ എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? എന്താണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ അവസ്ഥ? അത് തന്നെ തെളിവാണ് സക്കാത്തിൻ്റെ വിഷയം അതിൽ അലംഭാവത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം അറിയുന്നതായിരിക്കും, പക്ഷേ ഉണർത്തുക എന്നുള്ളത് മുഅ്മിന് ഉപകാരപ്പെടും. ഏതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട വേളയിൽ പറഞ്ഞില്ലേ,
ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ്റെ കഴുത്ത് ഞാൻ അറുക്കും, അവനെ ഞാൻ വകവരുത്തുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരക്ഷരം മിണ്ടാതെ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് അവിടുന്ന് ഓതുകയാണ്. എന്താണത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽപ്പെട്ട ഒരു നബിയാണ്, അദ്ദേഹം മരണപ്പെടുകയും എന്ന ആയത്ത് ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാല് ഇടറുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ആ ആയത്ത് ഞാൻ ആദ്യമായി കേൾക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആരാണ് സഹോദരങ്ങളെ? ഉമർ. ശൈത്താൻ ഉമർ പ്രവേശിക്കുന്ന വഴിയിലൂടെ പ്രവേശിക്കുകയില്ല. ആ ഉമർ അവിടുന്ന് പറയുകയാണ്, ആ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തപ്പോൾ ഞാൻ ആദ്യമായി കേട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ നിലക്കാണ് സഹോദരങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നത്. അതല്ലാതെ നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമനാണ് എന്ന ഒരു അഭിപ്രായവുമില്ല, വല്ലാഹി ഇല്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഇബാദുർ റഹ്മാന്റെ വിശേഷണമായി കൊണ്ട് പറയുകയാണ്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി വലാ യസ്നൂൻ. 3 വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്? വൻപാപങ്ങളാണ്. സലാസത്തു കബായിർ, 3 വൻപാപങ്ങളാണ്. അത് 3ഉം ചെയ്യുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാന്റെ വിശേഷണമായി കൊണ്ട് പറയുകയാണ്. ഒന്നാമത്തേത് എന്താണ് സഹോദരങ്ങളെ? അല്ലാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവോടൊപ്പം ഒരാളെയും അവർ പങ്കു ചേർക്കാത്തവരാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ മുസ്ലിമീങ്ങളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ തന്നെ അവർ ഓതി പറയുന്ന പല മൗലീദുകളിലും പറയുന്ന വരികൾ എന്താണ്? ശിർക്കിന്റെ വരികളാണ്. അവർ വാദിക്കുന്നത് എന്താണ്? നമ്മളും ഇബാദുർ റഹ്മാന്റെ അല്ലെങ്കിൽ ഇബാദുർ റഹ്മാനാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവർ ഓതി പറയുകയാണ്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് ഓതി പാടുകയാണ്. എന്താണ് സഹോദരങ്ങളെ ഇതിൻ്റെ അർത്ഥം? ഇതാ ഞാൻ എണ്ണവും കണക്കുമില്ലാത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ ചെയ്ത പാപങ്ങളെല്ലാം ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത് റസൂലെ അങ്ങയോടാണ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഇത് ദുആ അല്ല എങ്കിൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ ദുആ? എന്നിട്ട് അവർ പറയുകയാണ് നമ്മൾ ഇബാദുർ റഹ്മാനാണ് എന്ന്. നോക്കണം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരാണ് പുറത്തു നൽകുക എന്ന് അല്ലാഹു ചോദിച്ചില്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു പറഞ്ഞില്ലേ, ഇതാ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് റസൂലെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. റസൂലിനോട് പറയാൻ പറഞ്ഞത് എന്താണ്? എന്നോട് പാപമോചനത്തിന് ചോദിക്കാനാണ്. അള്ളാഹു പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് അള്ളാഹു അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവോടൊപ്പം നമ്മൾ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മൾ ആരും നിർഭയരാകാൻ പാടില്ല, ഒരിക്കലും നിർഭയരാകാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചു കഴിഞ്ഞാൽ അവന് മാത്രം സുജൂദ് ചെയ്തതുപോലെ അവന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും? നമ്മളെ ഒരു ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ടത് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ആ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം വ്യഭിചാരമാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം വിവാഹം ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് അവർ അത് പ്രാവർത്തികമാക്കുക. ഈ കാലഘട്ടം എന്നുള്ളത് പ്രത്യേകിച്ച് യുവാക്കൾ വളരെ പ്രയാസഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾ, നല്ല ദീനുള്ള ആളുകൾ അവരോട് അനുകമ്പ കാണിക്കേണ്ടതുണ്ട്.
ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, അഹ്ലുൽ ഖൈർ, നന്മയുടെ ആളുകൾ യുവാക്കളോട് അനുകമ്പയോടുകൂടി പെരുമാറണം. കാരണം ഹാദാ സമനു റിഫ്ഖ്, ഇത് കാരുണ്യത്തിൻ്റെ കാലഘട്ടമാണ്. അത്രയും ഫിത്നകൾ വ്യാപിച്ച കാലഘട്ടമാണ്. അല്ലേ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു സഹാബി പറയുകയാണ്, റസൂലേ, എനിക്ക് വ്യഭിചരിക്കാൻ അനുമതി നൽകണം. ആ സഹാബി എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അത് പറയുന്നത്. അവിടുന്ന് പറയുകയാണ്, എന്താണ് എനിക്ക് വ്യഭിചരിക്കാൻ അനുമതി നൽകണമെന്ന്. ഇനി ആലോചിച്ചു നോക്കുക, ആ കാലഘട്ടത്തേക്കാൾ ഏറ്റവും ഫിത്ന വർദ്ധിച്ച കാലഘട്ടമാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? സഹാബിമാർ മോശമായി പെരുമാറാൻ നിന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? വെറുതെ വിടാൻ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ രൂപത്തിൽ അവിടുന്ന് ചോദിക്കുകയാണ്, നിന്റെ ഉമ്മയെ ആരെങ്കിലും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല എന്ന് പറഞ്ഞു. നിന്റെ പെങ്ങളെ ചെയ്യുന്നതോ? ഇല്ല. നിന്റെ ഭാര്യയെ ചെയ്യുന്നതോ? ഇല്ല. ഇതുപോലെ നീ വ്യഭിചരിക്കാൻ പോകുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ മൂന്നിലല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി അതിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ യുവാക്കളോട് നമ്മൾ കരുണയോടുകൂടി എന്ത് ചെയ്യണം? അവരോട് മുആമലത്ത് നടത്തണം, അവരോട് ഇടപഴകണം. പള്ളിയിൽ വരുന്ന യുവാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. അവർ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് പലതും ചെയ്തേക്കാം. അങ്ങനെ കാണുമ്പോൾ തന്നെ അവരോട് മോശമായ രൂക്ഷമായ സ്വഭാവത്തിൽ പെരുമാറാതെ അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലേ സഹോദരങ്ങളെ, ഫിർഔൻ അവനോട് സംസാരിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും പറഞ്ഞ കാര്യം എന്താണ്? ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ രണ്ടുപേരും അവനോട് മൃദുലമായ വാക്കുകൾ പറയുക. ആരോടാണ് പറയാൻ പറയുന്നത്? അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔനിനോട് സംസാരിക്കുമ്പോൾ മൃദുലമായി സംസാരിക്കാൻ അള്ളാഹു പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ യുവാക്കളോട് അനുകമ്പയോടുകൂടി പെരുമാറുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, യുവാക്കളെ, യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങളുടെ കൂട്ടത്തിൽ ബാഅത്ത് എത്തിയ ആളുകൾ, ശാരീരികമായും സാമ്പത്തികമായും കഴിവെത്തിയ ആളുകൾ എന്തു ചെയ്യുക? ഫൽയതസവ്വജ്, അവർ കല്യാണം കഴിച്ചു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അത് നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. വഅഹ്സനുൽ ഫർജ്, ഗുഹ്യാവയത്തെയും അത് നല്ല രീതിയിൽ നോക്കാൻ സഹായിക്കും. ഇനി ഇതിന് സാധിക്കുന്നില്ല എങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഫഇന്നഹു വിജാ, അത് അവനൊരു പരിചയമായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്യാൻ ധൃതി കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശാരീരികമായി ബന്ധപ്പെടുക എന്നത് മാത്രമല്ല വ്യഭിചാരം, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വിവാഹം കഴിഞ്ഞാലും പല ആളുകളും ഒരുപക്ഷെ നിർത്താത്ത സ്വഭാവമായിരിക്കാം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ കാര്യം എന്താണത്? ഇന്നൽ ഐന ലതസ്നി, തീർച്ചയായും കണ്ണ് അത് വ്യഭിചരിക്കും. എന്താണ് കണ്ണിൻ്റെ വ്യഭിചാരം? അന്യ സ്ത്രീകളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വ ഇന്നർ റിജ്ല ലതസ്നി, എന്താണ്? തീർച്ചയായും കാലുകൾ അത് വ്യഭിചരിക്കും. എന്താണത്? ഹറാമായ ബന്ധങ്ങൾ, ഹറാമായ പല ബന്ധങ്ങളിലേക്കും എത്തി നോക്കൽ, അല്ലെങ്കിൽ അതിലേക്ക് പോവുക എന്നുള്ളതും വ്യഭിചാരമാണ്. അല്ലേ? നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു അടിസ്ഥാന തത്വമാണ്. ഒരു കാര്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യവും എന്താണ്? അതേ വിധിയായിരിക്കും. ഏതുപോലെ? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിസ്കാരം എന്നുള്ളത് നിർബന്ധമാണ്. ആ നിസ്കാരത്തിലേക്കുള്ള നടത്തമോ അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ വ്യഭിചാരം എന്നുള്ളത് ഹറാമാണ്. ആ വ്യഭിചാരത്തിലേക്കുള്ള നടത്തമോ അതും ഹറാമാണ്. പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഫിത്നയിൽ അകപ്പെടുകയില്ല എന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതില്ല. മറിച്ച് ഒരുപക്ഷെ നമ്മളും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങളിലും നമ്മൾ അള്ളാഹുവോട് കാവൽ ചോദിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് അടുത്ത വിശേഷണമായി കൊണ്ട് പറയുകയാണ്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, അവർ സൂറിന് സാക്ഷ്യം നിൽക്കാത്ത ആളുകളാണ്.
എന്താണ് സഹോദരങ്ങളെ സൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അയ്യാദുൽ കുഫാർ, അന്യമതസ്ഥരുടെ മറ്റ് മതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാത്ത ആളുകളാണ് എന്ന് ഇബാദുർ റഹ്മാന്റെ വിശേഷണമായി പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഇതിൻ്റെ അർത്ഥം എന്തല്ല? അവരുമായി യാതൊരു നിലക്കുള്ള ഇടപാടും പാടില്ല എന്നല്ല, മറിച്ച് അവരുമായി ഇടപാടുകൾ നമുക്ക് പറ്റും, അവരുമായി നമുക്ക് നല്ല നിലയിൽ വർത്തിക്കാൻ പറ്റും. പക്ഷേ അഖീദപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്നുള്ളതാണ് നിലപാട്. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല അവരോട് മോശമായി പെരുമാറണം, അവരെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല, ഒരിക്കലുമല്ല. മറിച്ച് അവരോട് നമുക്ക് കച്ചവടം പറ്റും, അവരോട് നല്ല നിലയിൽ വർത്തിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥ നമ്മുടെ ആശയം അത് മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ ഒരണുമണി തൂക്കം പോലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പാടില്ല, പ്രത്യേകിച്ച് ശിർക്കിയാത്ത് ഉള്ള ആഘോഷങ്ങൾ. ഇതാണ് ഒരു മുഅ്മിൻ്റെ നിലപാട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എല്ലാവിധ മോശമായ മജ്ലിസുകളും ഇതിൽപ്പെടും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഹലാലായ, ഏറ്റവും സന്തോഷിക്കേണ്ടതായ നിക്കാഹിൻ്റെ സദസ്സുകൾ ഹറാമിൻ്റെ സദസ്സുകളായി മാറിയിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകൾക്കും ഗൗരവമില്ലാതെ ആയി പോയിരിക്കുന്ന ഒരു സദസ്സാണ് ഇതുപോലുള്ള ഹറാമായ നിക്കാഹിൻ്റെ സദസ്സ്. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സംഗീതത്തിൻ്റെ ഉടമ്പടിയാണ്, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ പല കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ എന്താണ് അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഇടകലരൽ, ഇതുപോലുള്ള കാര്യങ്ങളിലും നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്, അല്ലേ സഹോദരങ്ങളെ? ഈ ഒരു വിഷയം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഗീതത്തിൻ്റെ വിഷയത്തിൽ അത് ഹറാമാണ് എന്ന് പറഞ്ഞത് എത്ര ഹദീസുകളുണ്ട്. ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. മുഅ്മിനീങ്ങളുടെ സിഫാത്തായി കൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണ് മോശമായ മജ്ലിസുകളിലും അതുപോലെ തന്നെ മോശമായ കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കുമെന്നുള്ളത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയാണ്, വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വ ഉമിയാന. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ അന്ധത നടിക്കുകയോ കേൾക്കാത്ത മട്ടിൽ നടക്കുകയോ ചെയ്യുകയില്ല. ഇത് നമുക്കുണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. ആളുകൾ നമ്മുടെ പോരായ്മകൾ അതെടുത്ത് പറഞ്ഞു തരുമ്പോൾ, നീ ചെയ്തത് ഇന്ന തിന്മയാണ്, അത് ഇന്ന ആയത്തിലുണ്ട്, ഇന്ന ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ പണി നോക്കിപ്പോ എന്ന് പറയുന്ന ഒരു പ്രവണത ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് ഒരു മുഅ്മിൻ അവൻ എപ്പോഴും അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമിഅനാ വഅതഅനാ, ഞാനിതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന നിലപാടായിരിക്കണം ഉണ്ടാകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായ ആളാരാണ്? ഇത്തഖില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈക ബിനഫ്സിക്, നീ നിന്റെ പണി നോക്കിപ്പോ എന്ന് പറയുന്നവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായവനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അവിടുത്തെ വിശേഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നീട് അള്ളാഹു പറയുകയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവരെന്താണ് തൻ്റെ കുടുംബം നന്നാവാനും തൻ്റെ മക്കൾ നന്നാവാനും വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സ്വഭാവം നമുക്കും ഉണ്ടാകണം. നമ്മുടെ മക്കൾ അവർ നേർമാർഗത്തിലാകാൻ നമ്മൾ ദുആ ചെയ്യണം. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ വളർത്തിയെടുത്ത മകൻ, അവൻ മുഖേന ധാരാളം തൗഹീദിലുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് നമുക്കിതാ ധാരാളം അനേകം പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ആദമിൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. ഏതമലൊഴികെ? മൂന്ന് അമലുകൾ ഒഴികെ. അതിലൊന്നാരാണ്? അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഒരു മകൻ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ അവർക്ക് അള്ളാഹുവിൻ്റെ ദീൻ അത് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം.
കാരണം അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഒരുപക്ഷെ നിരീശ്വരവാദമായിരിക്കാം, അതല്ല എങ്കിൽ ശിർക്കിയാത്തുകളായിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയവും നമ്മൾ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണമേ എന്നും അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് മുഅ്മിനീങ്ങളുടെ സിഫാത്തായി അവർ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അവരുടെ വിനയം ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവരുടെ പ്രാർത്ഥന എന്താണ്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമായി നമ്മളെ മാറ്റണമേ എന്ന് അവർ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ളത് എന്താണ്? അള്ളാഹു പറയുകയാണ്, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ ഖാലിദീന ഫീഹാ ഹസുനത് മുസ്തഖറ വമുഖാമ. അവർക്ക് ലഭിക്കാനുള്ളത് എന്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്വർഗം? എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്വർഗം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ സച്ചരിതരായ നല്ലവരായ അടിമകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഹൃദയത്തിനും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്വർഗം ഞാൻ എൻ്റെ മുത്തഖീങ്ങളായ അടിമകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായി നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് എന്തൊക്കെ സങ്കല്പിക്കാൻ സാധിക്കും, ഏതൊക്കെ സുഖങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും, അതൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തതാണ് സ്വർഗം. നോക്കണം സഹോദരങ്ങളെ ആ പ്രയോഗം. നമ്മൾ എന്തെല്ലാം ആസ്വാദനങ്ങൾ നമ്മുടെ ചെവികൾ കൊണ്ട് കേട്ടിട്ടുണ്ട്, അതിനേക്കാൾ അപ്പുറം. നമ്മൾ എന്തെല്ലാം ആസ്വാദനങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, അതിനേക്കാൾ അപ്പുറം. ലാ ഇലാഹ ഇല്ലല്ലാ. നോക്കൂ സഹോദരങ്ങൾ, ഈ സ്വർഗം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പറഞ്ഞ 8 കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ 8 വിശേഷണങ്ങൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ശാശ്വതമായ സ്വർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല ശർറുമുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നും ഉള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാകുമുല്ലാഹു ഖൈറാ.